ഹലോ. എന്താ ഉറങ്ങുവാണോ? അല്ല, എങ്ങനെ നിനക്ക് ഉറക്കം വരുന്നു? നിങ്ങളാരാ? ഞാൻ ആരാണ്, എന്റെ അഡ്രസ് എന്താണ്, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഫാം ഹൗസ് ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താ വേണ്ടത്? ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വന്നു. എനിക്ക് എന്ത് വേണമെന്നും എവിടെ വരണമെന്നും ഞാൻ വീണ്ടും ഫോൺ ചെയ്ത് പറയാം. രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദനയാന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എൻ്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യയെ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവളെ എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി ഇവിടുന്ന്. പോ. എന്താ, പേടിച്ചു പോയോ? നീ കൊലപാതകം എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയുടെ ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ? ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പോയിക്കോളൂ. എന്താ, കളിക്കുവാണോ? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, വേറൊരു കാളെ ഇടയ്ക്ക് വെച്ച് വന്നപ്പോൾ ഫോൺ കട്ടായി പോയതാ. നീ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഞാൻ പോലീസിനോട് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 25 ലക്ഷം രൂപ തരണം. മോൾക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പറയൂ പ്ലീസ്, കേട്ടോണ്ടിരിക്കുക. കാശ് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സിറ്റിക്ക് പുറത്തുള്ള അലുമിനിയം ഫാക്ടറിയില്ല, 4ാമത്തെ ഷെഡിന്റെ അടുത്ത് വാ. ഈ കാര്യം മറ്റൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ. ഉറപ്പായിട്ട് ഇവൻ തന്നെയാ.